സ്തുതി സ്തുതി എന്നേ സ്തുതികളിലുണ്ടേ അതെന്നാത്തോറും ചെയ്ത തന്മക്കളോർത്തു പാടുക നീ എന്നും പാടുക നീ എന്നും നാദോറും ചെയ്ത തന്മകളോർത്ത് പാടുക നീ എന്നും പാടുക നീ എന്നും നിന്റെ നാമത്തെ കീർത്തിക്കുന്നു. 10 കമ്പിയുള്ള വായത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തയും വർണ്ണിക്കുന്നത് നല്ലത്. അവന്റെ സന്നിധിയിൽ മൗനമായിരിക്കട്ടെ. ഹബക്കൂക്ക് ചാപ്റ്റർ 2 വേഴ്സ് 20. ഈ ഒരു ബൈബിൾ വേഴ്സുകൾ നിങ്ങളേവരെയും ഈ സാബത്ത് സ്കൂൾ സർവീസിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രത്യേകിച്ച് ദൂരദേശത്ത് നിന്ന് വന്നവരെയും പ്രസംഗത്തിനായിട്ട് കോതമംഗലത്ത് പ്രസംഗം കഴിഞ്ഞിട്ട് വന്ന പാസ്റ്റർ ബിനോയ് ജേക്കബ് സാറിനെയും എല്ലാവരെയും ഈ സാബത്ത് സ്കൂൾ സർവീസിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടികളുടെ സ്വർഗീയ പിതാവേ, അടികൾ നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ തിരുമുൻപിൽ കൂടി വന്ന് അടിയങ്ങൾക്ക് ഒരുമനപ്പെട്ട് ആരാധിക്കുവാൻ അടിയങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന വിശുദ്ധ ശബത്തിന്റെ പവിത്രമായ നിമിഷങ്ങളെ ഓർത്ത് സ്തുതിക്കുന്നു. മഹാനായ ദൈവത്തിന്റെ ഏറ്റവും അതിവിശുദ്ധമായ നാമം വാഴ്ത്തുപെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു ശബദിനം ആശംസിക്കുന്നു. നാം ഈ 2024 ആദ്യത്തെ ക്വാർട്ടറിലാണ് നമ്മളായിരിക്കുന്നത്. ഈ ക്വാർട്ടറിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത് സദേൺ ഏഷ്യ ഡിവിഷനിൽ നിന്നുള്ള മിഷണറി റിപ്പോർട്ടുകളാണ്. നമ്മുടെ ഈ ക്വാർട്ടറിലെ 13ാം വാര ശബത്ത് കാണിക്കയുടെ ഒരു ഭാഗം സദേൺ ഏഷ്യ ഡിവിഷനിൽ പ്ലാൻ ചെയ്തിരിക്കുന്നതായ പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് വിനിയോഗിക്കപ്പെടുന്നത്. 10 പ്രോജക്റ്റുകളാണ് ഈ ക്വാർട്ടറിൽ നിന്നും ലഭിക്കുന്നതായിട്ടുള്ള ഫണ്ട് മുഖാന്തരം ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. അതിൽ നമുക്കറിയാം ഇന്ത്യ ഉൾപ്പെടുന്ന ഡിവിഷനാണ്. 9 പ്രോജക്റ്റും ഇന്ത്യയിൽ നിന്നുള്ളതാണ്. ഒരു പ്രോജക്റ്റാണ് നേപ്പാളിൽ നിന്നും ഉള്ളത്. നമ്മുടെ ഈ ആഴ്ചത്തെ മിഷൻ റിപ്പോർട്ട് ശകുന്തള എന്ന് പറയുന്നതായ ഒരു വ്യക്തിയുടെ അനുഭവ സാക്ഷ്യമാണ്. സുവിശേഷ രോമാഞ്ചം എന്നുള്ളതാണ് അതിൻ്റെ ഹെഡിങ്. ശകുന്തള താമസിക്കുന്നത് അവർ ബംഗളൂരുവിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്നത്തെ ദിവസം സ്പെഷ്യൽ ആണല്ലേ നമുക്കെല്ലാം. അത് സത്യത്തിൽ ഈ സത്യം അറിഞ്ഞവർക്ക് ഇറ്റ്സ് റിയലി സെലിബ്രേഷൻ, ആഘോഷം. അതിനുവേണ്ടി ആഘോഷിക്കാൻ വേണ്ടി തലേദിവസമേ നമ്മളോട് പറയുക പ്രിപ്പറേഷൻ ഡേ. അത് പ്രിപ്പയർ ചെയ്തവർക്ക് മാത്രമേ ഇന്നത്തെ ദിവസം ഒരു ആഘോഷ ദിവസമുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ഹാപ്പി സാബത്ത്. ഹാപ്പി സാബത്ത്. ഹാപ്പി സാബത്ത്. എന്നോട് ടീച്ചറൊക്കെ എടുക്കാൻ പറഞ്ഞു. പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പഴയൊരു കഥയാണ് ഓർത്തത്. എനിക്ക് ഈ അവസരത്തെ തന്ന ദൈവത്തിനും. ഞാൻ ഈ പ്രാവശ്യം ഓർത്തില്ല. ഈ ബാംഗ്ലൂരിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൺവെൻഷന് വന്നിട്ടുണ്ടായിരുന്നു, ലീവ് എടുത്ത് വന്നു. ഈ പ്രാവശ്യം ഞാൻ വരുമെന്ന് ഒട്ടും ഓർത്തതല്ല. എന്നുവെച്ചാൽ അവിടെ ഞാൻ ICC 10th എല്ലാ ഇൻചാർജും എല്ലാ മീറ്റിങ്ങുകളും ICC ബോർഡിൽ നിന്ന് എല്ലാം വിടുന്നുണ്ട് എന്നെ. അത് കാരണം എനിക്ക് തിങ്കളാഴ്ച ഒരു മീറ്റിംഗ് ഉണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. അത് എല്ലാം ഞാൻ മാറ്റി വെച്ചു. അതിനിടയ്ക്കൊരു ചേച്ചിയുടെ മോടെ ഒരു ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു, അത് ചേർത്ത്
എല്ലാവരും വന്നേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായിരുന്നു. നിരണത്ത് തരാമല്ലോ എന്നുള്ളതാണ്. ഞങ്ങളുടെ പാസ്റ്റർ മാത്രമല്ല, എൽഡർ ബ്രദർ, ക്ലോസ് ഫാമിലി പോലെ, എൻ്റെ ഒരു വീട് പോലെ ഞാനിപ്പം ഇവിടെ വരുമ്പം ഒരു ഫീൽ അറ്റ് ഹോം. വന്നോട്ടിന് പാസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ലില്ലി സിസ്റ്റർ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എനിക്കറിയാം വരുമെന്നുള്ളതും. എനിക്കത് കേട്ടപ്പോൾ അതിശയില്ല. ഞാൻ വിശ്വാസമാണ് പറയുന്നത്. എനിക്ക് അവസരത്തെ തന്നു ദൈവത്തിനും സഭയുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ച് നിങ്ങളുടെ സ്വാമി പാസ്റ്റർക്ക് നന്ദി പറയുന്നു. പെട്ടെന്ന് ഫീച്ചറുകൾ എടുക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഒരു ചെറിയ കഥയാണ്. അതോടനുബന്ധിച്ച് ഒരു വേദഭാഗം, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 5 വരെ. പെട്ടെന്ന് ഈ ബൈബിൾ വേഴ്സ് ഉണ്ട്, അത് മനസ്സിൽ വന്നില്ല. രാജേഷ് സാറിൻ്റെ അടുത്ത് ചോദിച്ചു, ഞാനത് ഉടനെ വാങ്ങി. നിൽക്കണം, ഈ സമയം നമുക്ക് അവസരം കിട്ടുമ്പോഴെല്ലാം ദൈവത്തിന് വേണ്ടി അടുത്ത നിമിഷം നമുക്കുള്ളതല്ല. അപ്പം ഞാൻ നോ പറയാറില്ല ഒരിടത്തും. പെട്ടെന്ന് സൂമിന് ഇങ്ങനെ വിളിച്ച് പറയും, ദൈവത്തിന് വേണ്ടി നിൽക്കാൻ കഴിയുന്ന നാടുകളെല്ലാം നിൽക്കണം എന്നുള്ളൊരു വാഞ്ചോടുകൂടി പാട്ട് പാടാനാണല്ലോ, എന്ത് പറയാനാണല്ലോ. എൻ്റെ കഴിവ് നിസ്സാരമായിട്ടാണെങ്കിലും ദൈവത്തിനായി നിൽക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കും എന്നെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എടുത്തത് വേദഭാഗം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തന്നത് മാത്യു 7:1-5. മത്തായി 7:1 മുതൽ, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? അല്ല, സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നില്ല്, നിന്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? കപടഭക്തിക്കാരാ, മുമ്പേ സ്വന്തം കണ്ണിൽ നിന്നും കോലെടുത്ത് കളയുക, പിന്നെ സഹോദരന്റെ കണ്ണിൽ നിന്നും കരടെടുത്ത് കളയാൻ വെടിപ്പായി കാണും. ഈ സമയം ഞാനൊരു ചെറിയ കഥ ഓർക്കുന്നു. ഒരു കടൽക്കര നിങ്ങളെ ആ ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നിപ്പം. ആ കടൽക്കരയിൽ അനേകം മീനുകളുണ്ട്, ഞണ്ടുകളുണ്ട്, സമുദ്ര ജീവികളുണ്ട്. വെളിയിൽ വരാൻ പറ്റുന്നതും അകത്ത് നിൽക്കാൻ പറ്റുന്നതും ഒരേപോലെ ശ്വസിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള തവള, ഞണ്ടുകളുണ്ട്. ഒരു നാൾ ഒരു അമ്മ ഞണ്ടും ഒരു കുഞ്ഞു ഞണ്ടും കുട്ടി ഞണ്ടും കൂടെ കടൽക്കരയിലോട്ട് വെളിയിലിങ്ങനെ വന്ന് രണ്ടുപേരോട് അങ്ങ് വാക്കിങ് പോവാണ്, നടന്നുകൊണ്ടേയിരിക്കുക. അപ്പം ഈ അമ്മ ഞണ്ട് ശ്രദ്ധിക്കുക, ഈ കുട്ടി ഞണ്ട് ശരിക്കും നടക്കുന്നില്ലല്ലോ, ഇങ്ങോട്ടും നടക്കുന്നു അങ്ങോട്ടും നടക്കുന്നു. അപ്പോൾ അതിനോട് പറഞ്ഞു, നേരെ നടക്കണേ. അപ്പം പിന്നെ ഞാൻ നേരെ നടക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ മെല്ലെ നടക്കുന്നത്. കുറച്ച് ദൂരം പോയപ്പോൾ പിന്നെ അമ്മ നോട്ട് ചെയ്യുക, ആ കൊച്ചിന് നടക്കാൻ ശരിക്കും അറിയത്തില്ല. നീ നേരെ ഞാൻ ലൈറ്റ് തരാം, അതിലെ കൂടെ നടക്കാൻ പറ്റും. ലൈനൊക്കെ ഇട്ട് അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. പിന്നെ ഈ നോക്കുമ്പോൾ ശ്രദ്ധിക്കുമ്പം സിക്സാക്കായിട്ട് പോയിട്ടിരിക്കുക, ഇങ്ങോട്ടും അങ്ങോട്ടും. അപ്പോഴാ കുട്ടി ഞണ്ടിനെ വിളിച്ചിട്ട് അമ്മ പറയാ, നിനക്ക് നടക്കാൻ ഞാൻ പഠിപ്പിച്ചത് നീ അനുസരിക്കുന്നില്ല, എന്നെ നോക്കി പഠിക്കുക, ഞാനിപ്പോൾ നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ആ അമ്മ ഞണ്ട് എന്നിട്ട് ആ കുട്ടി ഞണ്ടിനോട് പുറകെ നിൽക്കാൻ വേണ്ടി നടക്കാൻ തുടങ്ങി. അമ്മ ഞണ്ട് എങ്ങനെ നടക്കും? കുട്ടി നോക്കുമ്പോൾ അമ്മ ഇങ്ങനെ തന്നെ നടക്കുന്നു, ഇടത്തോട്ടും വലത്തോട്ടും. അമ്മേ നേരെ നടക്കുക. അപ്പോൾ അമ്മ പിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, എത്ര ശ്രദ്ധിച്ചിട്ടും നേരെ നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കുട്ടി ഞണ്ടിന് മുന്നേ ഒരു അപമാനം ആവുമല്ലോ ഓർത്ത് ശ്രദ്ധിച്ച് നടക്കാൻ തുടങ്ങി. എന്നാലും അതിൻ്റെ നടപ്പ് ഇടത്തോട്ടും വലത്തോട്ടും സിക്സാക്കായിരുന്നു. അപ്പോഴത്തേക്ക് അമ്മയ്ക്ക് മനസ്സിലായി, നമുക്കിങ്ങനെ നടക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ സ്വാഭാവികമായുള്ളൊരു നേച്ചറാണ്. ദൈവം സൃഷ്ടിച്ചപ്പോഴേ നമ്മൾ ഇങ്ങനെയാണ് സൃഷ്ടിച്ചത്. ഇപ്പോഴെൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലായി മോനെ എന്ന് പറഞ്ഞു കൊടുക്കും. ഇവിടെ നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മുടെ തെറ്റുകളെല്ലാം നമുക്ക് മനസ്സിലാകുന്നില്ല, അല്ലേ? നമ്മുടെ തെറ്റ് നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ മറ്റുള്ളവർ പറയും, നീ ചെയ്യുന്നത് ശരിയല്ല, നീ അവിടെ നിന്നത് ശരിയല്ല. ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരെ എപ്പോഴും, അത് നമ്മുടെ പാപ സ്വഭാവമാണ്. മറ്റുള്ളവരെ ഒരു വിരൽ നീട്ടുമ്പോൾ ആ അടുത്ത 3 വിരൽ നമ്മളെ നീട്ടുന്നു എന്ന് മനസ്സിലാകുന്നില്ല.
നിന്റെ ഹൃദയത്തിൽ അവനിടന്ത, നിന്റെ ഹൃദയത്തിൽ അവനിടന്ത. വാ നീ യേശുവിങ്കൽ വാ, നിന്റെ ഹൃദയത്തിൽ അവനിടന്ത, നിന്റെ ഹൃദയത്തിൽ അവനിടന്ത. സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട പിതാവേ, ഈ വിശുദ്ധമുള്ള ദിവസത്തിൻ്റെ രാവിലെ സമയത്ത് പല സ്ഥലങ്ങളിലും ഭവനങ്ങളിലും ഇരുന്നായിട്ടുള്ള ഞങ്ങൾക്ക് ഒന്നിച്ചു കൂടുന്നതിനും നിന്നെ പാടി പുകഴ്ത്തി സ്തുതിക്കുന്നതിന് അവസരത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഈ ലോകം മുഴുവനും നിന്നെ ആരാധിക്കുന്ന ദിവസമാകുന്നല്ലോ. ആ ആരാധന ദിവസം നിന്റെ വരവിന് മുമ്പായിട്ട് സകല ലോകവും ഏറ്റെടുക്കുന്നതിന് സഹായിക്കണം. സാത്താൻ്റെ വലിയ പ്രവർത്തനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. നീ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച് വേർതിരിച്ച ആ ദിവസത്തെ അതിനെ മാറ്റിമറിക്കുന്നതിനുള്ള വലിയ തിരക്കിലാണല്ലോ സാത്താൻ്റെ പ്രവർത്തനങ്ങൾ. അതിൽ അടിമയായിരിക്കുന്ന എത്രയോ ആളുകൾ ഈ ലോകത്തിലുണ്ട്. അവരൊക്കെയും സത്യം അനുസരിച്ച് നിന്റെ വരവിന് മുമ്പായിട്ട് നിന്റെ എതിരേൽക്കുന്ന കൂട്ടത്തിൽ കാണുവാൻ ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങളുടെ ശ്രമം നീ സഫലമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ഇത് പറയുമ്പോൾ മാസ്റ്റർ സോമനൊക്കെ ഓർത്തിരിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഒരു 5 വർഷം വീതം കൂടുമ്പോൾ നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിലെ എല്ലാ പുസ്തകങ്ങളും ആവർത്തിച്ച് പഠിച്ചുകൊണ്ടേ 5 വർഷം വീതം കൂടുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം എന്ത് ചെയ്തിരിക്കും, വിശുദ്ധ വേദപുസ്തകം എല്ലാ പുസ്തകങ്ങളെ കുറിച്ചും അതിലുള്ള ഉള്ളടക്കത്തെ കുറിച്ചൊക്കെയും പഠിച്ചിരിക്കും. അതുകൊണ്ട് ഈ ശാബത്ത് സ്കൂൾ പഠനം ഒരു കാരണവശാലും മുടങ്ങരുത് എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിക്കുന്നു. ഇന്ന് സങ്കീർത്തനം, ഇന്നത്തെ സങ്കീർത്തനം നമ്മൾ പഠിച്ചിട്ട് വന്നിരിക്കുന്നത് എന്താ, അതിന്റെ ഹെഡിങ് എന്താന്ന് പറയാമോ? ദൈവം കേൾക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന നല്ലൊരു ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. ദൈവം കേൾക്കുന്നു. ഞാൻ ചോദ്യം ചോദിക്കാൻ പോവാം, നിങ്ങൾ നിലവിളിച്ചപ്പോൾ ദൈവം കേട്ടിട്ടുണ്ടോ? ഓ യെസ്, തീർച്ചയായിട്ടും. തീർച്ചയായും ദൈവം നമ്മുടെ നിലവിളി, ഇതിപ്പോ സങ്കീർത്തനക്കാരൻ നിലവിളിച്ചു കേട്ടു എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. നാം നിലവിളിക്കുമ്പോൾ നമ്മുടെ ദൈവം കേൾക്കുന്നുണ്ടോ? ഇതാണ് വിഷയം. അല്ലാതെ നമ്മൾ സങ്കീർത്തനം കാണാതെ പഠിച്ചത് മാത്രം പോരാ. എന്ത് ചെയ്യണം? സങ്കീർത്തനക്കാരന്റെ അതേ സ്വഭാവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാക്കണം. ദൈവം ഇവിടെ ആധാരവാക്യം പറയുന്നത് മലപ്പുറവാക്യം, നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവൻ അവരെ വിടുവിച്ചു എന്ന് നമ്മൾ കാണും. സകല കഷ്ടങ്ങളിൽ നിന്ന് വിടുവിച്ചു. ഈ പഴയ നിയമകാലത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇസ്രായേൽ ജനം എന്റെ മനസ്സിലേക്ക് പോയത് ഇത് വാക്യം വായിച്ചപ്പോഴും, സങ്കീർത്തനം 17 വായിച്ചത്. ഇത് വായിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നത്, ആ മിസ്രയീമിലെ ദൈവത്തിന്റെ ജനം അവരുടെ നിലവിളി ദൈവം കേട്ടു. അവരുടെ ആ കഷ്ടതയിൽ നിന്ന് അവരെ എന്ത് ചെയ്തു? ദൈവം വിടുവിച്ചു. വിടുവിക്കാൻ എന്തുമാത്രം കഷ്ടമുണ്ടായിരുന്നു! യഥാർത്ഥത്തില് നൂറ്റാണ്ടുകൾ അവര് എന്ത് ചെയ്തു? കഷ്ടം അനുഭവിച്ചു. അപ്പോഴൊക്കെയും അവര് കഷ്ടങ്ങളിലൂടെ കടന്നുപോയി. എങ്കിലും യഥാർത്ഥമായി ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തു? അതിന് തക്ക സമയത്ത് ദൈവം എന്ത് ചെയ്തു? അത് ദൈവം ആയിട്ടുണ്ട്. പക്ഷെ വിടുവിക്കാൻ ഒരു സമയമുണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. വിടുവിക്കാൻ ഒരു സമയമുണ്ട്. യോബിനെ ദൈവം വിടുവിച്ചോ? വിടുവിച്ചു. യോബിന് കഷ്ടമുണ്ടായിരുന്നോ? യോബ് നിലവിളിച്ചോ? അയ്യോ, യോബ് നിലവിളിച്ച പോലെ ആരും നിലവിളിച്ചിട്ടില്ലേ? നിലവിളിച്ചു. പക്ഷേ അനുഭവിക്കാനുള്ളതെല്ലാം എന്ത് ചെയ്തു? അനുഭവിച്ചു. കഷ്ടം. തന്റെ മക്കളൊക്കെ എത്ര പേര്? 10 പേരും എന്ത് ചെയ്തു? ഒരേ ദിവസം കൊല്ലപ്പെട്ടു. ഭയങ്കരമാണ്. തനിക്കുള്ള സമ്പത്ത് മുഴുവൻ, ആടായാലും മാടായിരുന്നാലും എന്തായിരുന്നാലും
ഒട്ടകമായിരുന്നാലും എല്ലാം എന്ത് ചെയ്തു? ഒറ്റ ദിവസം നഷ്ടമായി. ഭാര്യ എന്ന് പറഞ്ഞു, ഭാര്യ എന്ന് പറഞ്ഞു നിന്റെ ദൈവത്തെ എന്ത് ചെയ്യാ? ഇതും പിടിച്ചോണ്ടിരിക്കേണ്ട ആവശ്യമല്ലോ ഉണ്ടോ? ഇനി എന്ത് ചെയ്യാ? തള്ളിക്കളയാ. നീ എന്ത് ചെയ്യാ? യു കമ്മിറ്റ് സൂയിസൈഡ്. നീ എന്ത് ചെയ്യാ? നീ ആത്മഹത്യ ചെയ്യുക, അതാ നിനക്ക് നല്ലത് എന്ന് പറഞ്ഞു. അപ്പോൾ യോബ് എന്ന് പറഞ്ഞു, എന്റെ കുഞ്ഞെ, നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ എന്തിനാണ് സംസാരിക്കുന്നത്? ദൈവത്തിൽ നിന്ന് നന്മ നമ്മൾ സ്വീകരിച്ചിട്ടില്ലേ? ഉണ്ടോ? അല്പം തിന്മ വന്നാല് സ്വീകരിക്കാമോ? തിന്മ വന്നാൽ സ്വീകരിക്കാമോ? തീർച്ചയായിട്ടും സ്വീകരിക്കണം. പ്രിയ ദൈവങ്ങളെ, ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ മക്കൾ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു. നമ്മുടെ ദൈവം നീതിമാന്മാരെ നിലവിളിച്ചു. പ്രിയ ദൈവങ്ങളെ, എല്ലാവരും നിലവിളിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന നീതിമാന്മാർ നിലവിളിച്ചെന്നാണ്. അപ്പോഴെന്ത് ചെയ്തു? ദൈവം കേട്ടു. അപ്പോൾ മറ്റുള്ളവരുടെ നിലവിളി ദൈവം കേൾക്കുന്നില്ലേ? കേൾക്കും. ദൈവം മറ്റുള്ളവരുടെ നിലവിളി കേൾക്കത്തില്ലേ? അറിവില്ലാത്തവരെ ആയിട്ടുള്ള ദൈവത്തിന്റെ ജനം നിലവിളിച്ചാലും എന്ത് ചെയ്യും? അത് കേൾക്കും. അവരെ അതിൽ നിന്ന് വിടുവിക്കും. മാത്രമല്ല അറിവ് അവർക്ക് ദൈവം പകർന്നു കൊടുക്കുകയും ചെയ്യും. ദൈവം ഭൂമിയിലുള്ള ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും തന്റെ സൂര്യനെ കുതിപ്പിക്കുകയും മഴ പെയ്യുകയും ചെയ്തു. എന്തിനങ്ങനെ ചെയ്യുന്നത്? ഒറ്റ ദിവസം കൊണ്ട് തീർക്കാനാണോ അവരെ? അല്ല. അവരൊക്കെയും എന്ത് ചെയ്യുക? ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് അവര് ക്രമേണ വളർന്ന് ദൈവഭക്തരായി തീർന്ന് എന്തായി തീർന്നു? അവര് നിത്യജീവന് യോഗ്യരായി തീർന്നു. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ശരിയാണോ? ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവനുസരിച്ച് അവർ നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ. എല്ലാവരും ദീർഘക്ഷമ കാണിക്കുന്ന ഒരു ദൈവം. നീതിമാന്മാരുടെ മാത്രമാണ് പ്രാർത്ഥന ദൈവം കേൾക്കുന്നതെങ്കിൽ ഈ ഭൂമിയിലുള്ള സകല മനുഷ്യനും എന്ത് ചെയ്യും? എല്ലാവരും രക്ഷപ്പെടുവോ? അല്ല, ദൈവം ആഗ്രഹിക്കുന്ന അതല്ല. നീതിമാന്മാർ നിലവിളിച്ചു, അത് നല്ലതാണ്. അത് നിശ്ചയമായി അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. എന്നാൽ മറ്റുള്ളവർക്ക് സമയം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ദീർഘക്ഷമ. അതുകൊണ്ട് കർത്താവിന്റെ ദീർഘക്ഷമയെ ബാക്കി പറഞ്ഞില്ല. രക്ഷയെന്ന് വിചാരിപ്പിൻ. നീതി കർത്താവിന്റെ ദീർഘക്ഷമയെ രക്ഷയെന്ന് വിചാരിപ്പിൻ. ദേശത്തിലുള്ള നീതിമാന്മാർ നിമിത്തം ആ ദേശത്തെ ദൈവം സൂക്ഷിക്കുന്നു. വെരി ഗുഡ്. ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഈ ദേശത്ത് 10 നീതിമാന്മാരെ ഇല്ലെങ്കിൽ ഈ ദേശത്തിന് നിലനിൽപ്പ് ഇല്ല. അതുകൊണ്ട് പാർശ്വസോമന്റെ മേൽ സ്വർഗത്തിന്റെ ദൈവം വലിയൊരു ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. 10 നീതിമാന്മാരിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അത് ചിന്തിച്ചപ്പോഴും എന്റെ മനസ്സിൽ കൂടെ കടന്നുപോയത്, ജലപ്രളയത്തിൽ എത്ര ഉണ്ടായിരുന്നു? 8 പേർ. ജലപ്രളയത്തില് 8 പേർ. അതുകൊണ്ടാണ് ഇതില്ലേ സോദോമും ഗൊമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും നശിപ്പിച്ചു. എത്ര പേരുണ്ടായിരുന്നു? ഉള്ളതുകൂടെ പരിക്കില്ലായിരുന്നില്ലേ? ലോത്തും കുടുംബം പറഞ്ഞാൽ പോലും എന്താ സംഭവിച്ചേ? ഭാര്യ പോകായി. എന്താ കാരണം? പൂർണ്ണമായിട്ട് അവിടെ വിടാൻ ഇഷ്ടമില്ല അല്ലേ? പൂർണ്ണമായിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാ എന്ത് ചെയ്യുന്നത്? ഓടിയത്. പ്രിയ മക്കളെ, വളരെ അടുത്ത് ഇടപെടുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ പഠിക്കുന്നത്. ശരിയാണോ? നമ്മളോട് ഏറ്റവും അടുത്ത് ഇടപെടുന്ന ഒരു ദൈവം. നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവം ഏറ്റവും സമീപസ്ഥനാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും ദൈവം സമീപസ്ഥനാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും ദൈവം സമീപസ്ഥനാണ് എന്ന് തിരുവനന്തപുരം നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ ഏറ്റവും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനായ ദൈവം, ആ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണയാൽ എഴുതപ്പെട്ട പുസ്തകമാണ് ഏത്? സങ്കീർത്തന പുസ്തകം. അത്
കാൽവരിയിൽ നിന്ദിതനായി തീർന്നൊരവേളയിൽ മക്കൾക്കായെല്ലാം സഹിച്ചവനെ. നിന്ദിതനായി തീർന്നൊരവേളയിൽ മക്കൾക്കായെല്ലാം സഹിച്ചവനെ. നിത്യതയേകുവാൻ യാഗമായി തീർന്നോനെ, വാഴ്ത്തുന്നു നിന്നുടെ സ്നേഹത്തെ ഞാൻ. നിത്യതയേകുവാൻ യാഗമായി തീർന്നോനെ, വാഴ്ത്തുന്നു നിന്നുടെ സ്നേഹത്തെ ഞാൻ. യേശുവിൻ സ്നേഹം കാണുന്നു ഞാൻ, സ്നേഹത്തിൻ ഉറവുകൾ തേടുന്നു ഞാൻ. അവിടുത്തെ സ്നേഹത്തിൻ ആഴങ്ങൾ ഞാൻ കാണുന്നു പ്രിയനെ കാൽവരിയിൽ. കൈകാലുകൾ ആണിയാൽ തറച്ചൊരാ നേരത്തും മക്കൾക്കായി കേളയൻ കർത്താവേ. കൈകാലുകൾ ആണിയാൽ തറച്ചൊരാ നേരത്തും മക്കൾക്കായി കേളയൻ കർത്താവേ. ചങ്കുപിളർന്നൊരാ സ്നേഹമതോർക്കുമ്പോൾ നിറയുന്നു എന്നുടെ കൺതടങ്ങൾ. ചങ്കുപിളർന്നൊരാ സ്നേഹമതോർക്കുമ്പോൾ നിറയുന്നു എന്നുടെ കൺതടങ്ങൾ. യേശു ഞാൻ സ്നേഹത്തിൻ എന്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. ജീവനോ മരണമോ ഏതായാലും സമ്മതം. കാലമേതായാലും യേശു അനന്യൻ തന്നെ. എന്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. എന്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. ഒരുപാട് സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ. യഥാർത്ഥത്തിൽ നിരണത്തെക്കുറിച്ച് പറഞ്ഞത് ഇവിടെ സെൻറ്റ് തോമസ് വന്ന് സ്ഥാപിക്കപ്പെട്ട ഒരു സഭ ഉണ്ട്. അതൊരു സ്മാരകമാണ് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇന്ന് ഇവിടെ സാപത്തിൻ്റെ മറ്റൊരു സ്മാരകം ഉടലെടുക്കുകയാണ്. ഓരോ സ്മാരകങ്ങളും എന്നും ഓർക്കാനുള്ളതാണ്. അപ്പോൾ ഇന്ന് എന്നും ഓർക്കാനായിട്ട് അതുപോലെ തന്നെ ക്രിസ്തു ശിഷ്യന്മാരാൽ സ്ഥാപിക്കപ്പെട്ട ഒരു സാപത്തിൻ്റെ സ്മാരകം കൊടുങ്ങല്ലൂരിൽ സെൻറ്റ് തോമസ് വന്നിറങ്ങിയ ആ സ്ഥലം ഞാൻ സന്ദർശിക്കാനിടയായിരുന്നു. ആ പള്ളിക്കകത്ത് നമ്മൾ പോയാൽ അവിടെ ഒരു ഖബർ കാണാം, ഒരു അടക്കം ചെയ്ത്. അതൊരു യഹൂദനായ മനുഷ്യൻ്റെ അടക്കം ചെയ്ത സ്ഥലമാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലും ശനിയാഴ്ച അല്ലെങ്കിൽ സാബത്ത് ആരാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സെൻറ്റ് തോമസ് പോലും വന്നത് ആ യഹൂദ കച്ചവടക്കാരായിട്ടുള്ള മനുഷ്യരുടെ ആരാധനയെ പിന്തുടർന്നാണ് എന്നതിൽ തർക്കമില്ല എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. നമുക്ക് സമയത്തിൻ്റെ പരിമിതി ഉണ്ട്, എങ്കിലും ചില കാര്യങ്ങൾ ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 16-ാം വാക്യം. 1 കൊരിന്ത്യർ 2:16 നമുക്ക് വായിക്കാം. കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവൻ ആണോ? ഗ്രഹിക്കുന്നവൻ ആരെന്നാണോ? ഗ്രഹിപ്പിക്കാവുന്നവൻ ആര്? നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ ആകുന്നു. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ ആകുന്നു. ക്രിസ്തുവിനെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത് ആരാണ്? അതാണ് ആ ചോദ്യം. യേശുവിനെ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്നത് ആർക്കാണ്? എന്നാൽ നിങ്ങളോ
ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ ആകുന്നു. ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാൻ തീരുമാനിച്ചവരും മുൻപ് ആ തീരുമാനമെടുത്ത് അതിൽ നിലനിൽക്കുന്നവരുമായിട്ടുള്ള പ്രിയ സഹോദരങ്ങളെ കുറിച്ച് അപ്പോസ്തലൻ എഴുതുന്നു, നിങ്ങൾ ആരാണ്? ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാണ്. എങ്ങനെയാണ് നമുക്ക് ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി തീരുക? നാം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായിത്തീരുന്നു. ഫിലിപ്പിക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ ക്രിസ്തുവേശുവിൻ്റെ ഭാവമുള്ളവരായി തീരണം എന്ന് പറയുകയാണ്. ക്രിസ്തുവിൻ്റെ ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. എങ്ങനെയാണ് നമുക്ക് ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി തീരാൻ കഴിയുക? അത് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമുക്ക് കാണാം. സകല ഗോത്രത്തോടും ഭാഷയോടും വംശത്തോടും ജാതിയോടും അറിയിപ്പാൻ എൻ്റെ പക്കൽ ഒരു നിത്യസുവിശേഷമുണ്ട്. എന്താണത്? ആകാശത്തെയും ഭൂമിയെയും ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തെ ഭയപ്പെട്ട് ആരാധിക്കുവിൻ, ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. അപ്പോൾ സൃഷ്ടിതാവായ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ് സുവിശേഷം, അല്ലേ? അതാണ് നിത്യസുവിശേഷം. ഒരിക്കലും നശിച്ചു പോകാൻ പറ്റാത്ത സുവിശേഷം എന്ന് പറയുന്നത് സൃഷ്ടിതാവായ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സൃഷ്ടിതാവായ ദൈവത്തെ ആരാധിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? സൃഷ്ടിതാവായ ദൈവത്തെ ആരാധിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അവര് പറയുന്നു ഇല്ല. അപ്പൊ ആരാണ് സൃഷ്ടിതാവായ ദൈവം? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം മുതലുള്ള വാക്യങ്ങൾ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, അവനാൽ സകലവും ഉളവായി, അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. അപ്പോൾ സൃഷ്ടിതാവായ ദൈവം ആരാണ്? യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവാണ് സൃഷ്ടിതാവായ ദൈവം. അപ്പോൾ ആകാശത്തെയും ഭൂമിയെയും ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അത് ആരെ ആരാധിക്കലാണ്? യേശുക്രിസ്തുവിനെ ആരാധിക്കലാണ്. എങ്ങനെയാണ് യേശുക്രിസ്തുവിനെ സൃഷ്ടിതാവായി ആരാധിക്കാൻ നമുക്ക് കഴിയുക? യേശുവിനെ സൃഷ്ടിതാവായി പറയുന്ന അടയാളപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണ് ആ കാര്യം? 4-ാമത്തെ കൽപ്പനയാണ്. അതായത്, ഞാൻ ആകാശവും ഭൂമിയും ചരാചരങ്ങളെയും 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു, 7-ാമത്തെ ദിവസത്തെ ഞാൻ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു. സൃഷ്ടിയുടെ ഓർമ്മപ്പെടുത്തലാണ്. ഞാൻ സകലത്തിനെയും സൃഷ്ടിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇതിനെ സൂക്ഷിക്കുവിൻ. സ്മാരകമാണ്. ഇതൊരു സ്മാരകമാണ്. ഞാനാണ് സൃഷ്ടിതാവെന്ന് ഓർക്കുവാനുള്ള അടയാളം അല്ലെങ്കിൽ സ്മാരകം. അപ്പോൾ സാബത്തിനെ അംഗീകരിക്കുക എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. യേശുക്രിസ്തുവിനെ ആരാധിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ പല നമ്മുടെ സഹോദരങ്ങളും നമ്മളോട് പറയുന്നത് ഇവര് ന്യായപ്രമാണത്തെ അനുസരിക്കുന്നവർ മാത്രമാണ്, അവർക്ക് യേശുക്രിസ്തുവില്ല എന്നാണ് പറയുന്നത്. കാരണം നിയമം മൂലം രക്ഷിക്കപ്പെടാൻ, നിയമം അനുസരിക്കുന്നതിലൂടെ രക്ഷ പ്രാപിക്കാം എന്നൊരു തെറ്റിദ്ധാരണ പറഞ്ഞു പരത്തുകയാണ്. അതാണ് സംഭവം യഥാർത്ഥത്തിൽ. എന്നാൽ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിനെ സൃഷ്ടിതാവായി അംഗീകരിക്കുക എന്ന് വെച്ചാൽ സബത്തിൽ ദൈവത്തെ ആരാധിക്കുക എന്നർത്ഥം. അത് കൽപ്പനയിൽ പറയുന്നത് കൊണ്ട് മാത്രമല്ല, അത് യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ സാബത്തിൻ്റെയും കർത്താവാകുന്നു.
ഐ ആം ദ ലോർഡ് ഓഫ് ദ സാബത്ത്. ഞാൻ ആരാകുന്നു? ഞാൻ സാബത്തിൻ്റെയും നാഥനാകുന്നു. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം മാത്രമല്ല, ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ ഉടയവൻ മാത്രമല്ല, ഞാൻ സാബത്തിൻ്റെയും ഉടയവനാണ്. ഞാൻ സാബത്തിനെയും സൃഷ്ടിച്ചവനാണ് എന്നുകൂടെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ യേശുക്രിസ്തുവിനെ ദൈവമായി അംഗീകരിക്കുക, ആരാധിക്കുക എന്ന് പറയുമ്പോൾ അതിൽ സാബത്തിന്റെ ആരാധനയും ഉൾപ്പെടുന്നു. അപ്പോഴാണ് യേശുക്രിസ്തുവിനെ യഥാർത്ഥമായ സൃഷ്ടിതാവായി അംഗീകരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. ഇനി ഞാൻ മുമ്പേ ചോദിച്ച ചോദ്യം ഒന്നുകൂടെ ചോദിക്കാം. അപ്പോൾ സൃഷ്ടിതാവായി ദൈവത്തെ ആരാധിക്കാത്ത എത്ര പേരുണ്ട്? ഭൂരിപക്ഷം എന്നാണ് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ശബദ് അനുസരിക്കുക അല്ലെങ്കിൽ ശബദിൽ ആരാധിക്കുക എന്ന് പറയുന്നത് ന്യായപ്രമാണത്തെ ആരാധിക്കുന്നതല്ല, അത് യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നതാണ്. അത് യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ വായിച്ച വാക്യത്തിൽ പൗലോസ് പറയുന്നു, യേശുക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്നത് ആരാണ്? യഥാർത്ഥമായി യേശുക്രിസ്തുവിനെ പലരും പല രീതിയിൽ കാണുന്നുണ്ട്. ഗുരുവായി കാണുന്നവരുണ്ട്, ദേവനായി കാണുന്നവരുണ്ട്, വിപ്ലവകാരിയായി കാണുന്നവരുണ്ട്. എന്നാൽ യേശു പത്രോസിനോട് ചോദിച്ചു, നിങ്ങൾ എന്നെ കുറിച്ച് എന്താ പറയുക? ആ കാലത്ത് പലരും യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവാചകനാണ്, പിന്നെ അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞു. നീ എന്തു വിചാരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ പത്രോസ് പറയുന്നു, നീ വീണ്ടെടുക്കുവാനായിട്ട് വന്ന മിശിഹയാണ്, യഹൂദ ജനതയുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന മിശിഹയാണ്, അവർ കാത്തിരിക്കുന്ന രക്ഷകനാണ്, നീ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവും പരിപാലകനുമായ ദൈവമാണ്, നീ സാബത്തിന്റെയും ദൈവമാണ്, അതുകൊണ്ട് ഞാൻ നിന്നെ രക്ഷിതാവായി അംഗീകരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് മാത്രമേ യേശുക്രിസ്തുവിനെ യഥാർത്ഥ സൃഷ്ടിതാവായ ദൈവമായി അംഗീകരിക്കാൻ പറ്റുള്ളൂ. അവർക്ക് മാത്രമേ ഇതുവരെ നമ്മൾ മുൻപ് പറഞ്ഞ മഹാഭൂരിപക്ഷവും പറയാത്ത ക്രിസ്തുവിൻ്റെ മറ്റൊരു സ്വഭാവം കൂടെ എടുത്തു പറയുന്ന ആൾക്കാർ, അവൻ സൃഷ്ടിതാവായ ദൈവം കൂടെയാണ് എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ സ്വഭാവമാണ് അവന്റെ പേര്. ദാതാവായ ദൈവം, സൗഖ്യദായകനായ ദൈവം, യഹോവ ജിരേ, ദാതാവാൻ ദൈവം, റാഫ, യഹോവ റാഫ്, ഇങ്ങനെ യഹോവ നിസി, ഇങ്ങനെ ഒരുപാട് പേരുകൾ പറയുന്നുണ്ട്. അതിലൊന്നാണ് ഞാൻ സൃഷ്ടിതാവായ ദൈവം കൂടെയാണ് എന്നുള്ളത്. ബാക്കി എല്ലാ പേരുകളും എല്ലാവരും അംഗീകരിക്കും. എന്നാൽ യേശുക്രിസ്തുവിന്റെ ഈ പേരിനെ, ഈ സ്വഭാവത്തെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. ഞാൻ സൃഷ്ടിതാവായ ദൈവം കൂടിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിനെ ഏത് രീതിയിലാണ് നമ്മൾ അംഗീകരിക്കുന്നത്? അവനെ സൃഷ്ടിതാവായ ദൈവം കൂടിയായി നമ്മൾ എന്ത് ചെയ്യണം? അംഗീകരിക്കണം. ഈ ആശയത്തിനെതിരെയുള്ള ഓരോ എതിരഭിപ്രായങ്ങളും ദൈവത്തിൻ്റെ അസ്തിത്വത്തിനെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. അത് ആത്മീയ ലോകത്ത് മാത്രമല്ല, ഭൗതിക ലോകത്തും അങ്ങനെയാണ്. അത് ഇവിടെ മാത്രമല്ല, ആത്മീയ ലോകത്ത് മാത്രമല്ല, സഭകൾ തമ്മിലുള്ള തർക്കമല്ല, ആശയം മാത്രമല്ല, മറ്റു ലോകത്തിലും മറ്റാശയങ്ങളിൽ കൊണ്ടും എല്ലാ വിധത്തിലും ഈ ഒരു തത്വത്തെയാണ് ലോകം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു തത്വത്തെയാണ് ലോകം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലാണ് കാണുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവം സൃഷ്ടിച്ചു. എന്താണ്? ദൈവം എന്ത് ചെയ്തു? സൃഷ്ടിച്ചു. അപ്പോൾ ദൈവം സൃഷ്ടിച്ചു എന്നുള്ള ആശയത്തെയാണ് ഇന്ന് ലോകം, സയൻസ് ലോകവും ഫിലോസഫി ലോകവും ആത്മീയ ലോകവും ഒന്ന് ചേർന്ന് ആക്രമിക്കുന്നത്. നമുക്ക് നോക്കാം.
ഏതൊക്കെ രീതിയിലാണ്? ഒന്നാമതായി, ദൈവം പറഞ്ഞു ഞാൻ സൃഷ്ടിച്ചു. ഇന്ന് ലോകത്തിൽ പരക്കെ ഭൂമിയുടെ ഉത്ഭവത്തെക്കുറിച്ചും മനുഷ്യന്റെ ഉത്ഭവത്തെക്കുറിച്ചും പറയുന്ന ഒരു സിദ്ധാന്തമുണ്ട്. ആ സിദ്ധാന്തത്തിന്റെ പേരാണ് പരിണാമ സിദ്ധാന്തം. എന്താണ്? ഉറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ഉറക്കെ പറയൂ? പരിണാമ സിദ്ധാന്തം. പരിണാമ സിദ്ധാന്തം പറയുന്നത് ലോകം പരിണമിച്ചുണ്ടായതാണ്. കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് വന്നിരിക്കുന്നു എന്നാണ്. ത്രൂ ഇവല്യൂഷൻ എന്നാണ് അവർ പറയുന്നത്. ഇനിയും ഈ ഇവല്യൂഷണറി തിയറി എന്തുകൊണ്ട്, എങ്ങനെയാണ് ഇതിനെ ആക്രമിക്കുന്നത്? ദൈവം സൃഷ്ടിച്ചു എന്നുള്ള ഒരൊറ്റ വാക്യത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു നൂതന ആശയമാണിത്, ഇവല്യൂഷണറി തിയറി. ഇത് നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തെ ഇത് നേരിട്ട് ബാധിക്കുന്നുണ്ടോ ഈ തിയറി? നമ്മൾ ഇതിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇതിൽ വിശ്വസിക്കാത്തവർ കൈ കാണിച്ചേ. അതുകൊണ്ട് എല്ലാവരും കൈയെടുത്തു. ഇനി ഞാൻ 2 ചോദ്യം ചോദിക്കാം, അതിന് ഉത്തരം പറയണം. കേട്ടോ? ചോദ്യം ഇതാണ്. അതെ, ജീവിതം ഒന്നേ ഉള്ളൂ കേട്ടോ. ജീവിക്കുവാണെങ്കിൽ രാജാവായിട്ട് ജീവിക്കണം, അടിച്ചു പൊളിച്ച് ജീവിക്കണം. ഇങ്ങനെ ദാരിദ്ര്യം പിടിച്ച് ദൈവത്തിൻ്റെ പേരിൽ കഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തവനെ പോലെ ഇങ്ങനെ ജീവിക്കുന്നത് ഭയങ്കര തെറ്റല്ലേ? ജീവിക്കുവാണെങ്കിൽ സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കണം. ഇതിൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? കൈ കാണിച്ചേ. ഈ ഒരു ആശയം ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട്? മനഃപൂർവ്വം കൈ ഉയർത്താതിരിക്കാൻ. കാരണം അറിഞ്ഞോ അറിയാതെയോ ഈ ചിന്തകൾ സർവ്വസാധാരണമായി നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നു. അത് നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നമ്മൾ പരിണമിച്ചൊടുങ്ങാൻ പോവുക. പിന്നെ ജീവിക്കുന്ന ഈ ഒരു നിമിഷം നമ്മൾ അടിച്ചു പൊളിച്ച്. ഇതിൻ്റെ അപകടാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ ഒരു പെൺകുട്ടിയും ചെറുപ്പക്കാരനും സിനിമ കണ്ടിട്ട് ബസ്സിൽ കയറി പോവായിരുന്നു. ആ ബസ്സിലെ ജീവനക്കാർ ആ പെൺകുട്ടിയെ ആക്രമിച്ച് എന്ത് ചെയ്തു? പിച്ചി ചീന്തിക്കണം. അവരുടെ സ്വകാര്യ ഭാഗത്ത് വണ്ടിയിൽ ഉപയോഗിക്കുന്ന ഇരുമ്പ് ദണ്ട് അവർക്കറിയാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയാമായിരുന്നു. അറിയാം. പോലീസ് പിടിച്ചാൽ തൂക്കിക്കൊല്ലുമെന്നറിയാം. നാട്ടുകാരെ കണ്ടാൽ തല്ലിക്കൊല്ലുമെന്നറിയാം. പിന്നെ എന്തുകൊണ്ടാണ് ആ കൃത്യം അവർ ആ സമയത്ത് ചെയ്തത്? ഈ ഒരു നിമിഷം മാത്രമേ നമ്മൾ ജീവിക്കുകയുള്ളൂ. ആസ്വദിക്കുക, അടിച്ചു പൊളിക്കുക. ഇതാണ് കാര്യം. നോക്കുന്നു, നമ്മൾ അറിയാതെ ഈ തിയറി എങ്ങനെയാണ് ലോകത്തിൻ്റെ നന്മ സ്വഭാവത്തെ, യേശു സ്വഭാവത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു സൃഷ്ടിതാവായ ദൈവമല്ല, ദൈവം സൃഷ്ടിച്ചതല്ല മനുഷ്യൻ, അവൻ പരിണമിച്ചൊടുങ്ങുന്നതാണ് എന്ന് വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം മനുഷ്യ മനസ്സിലുണ്ടാക്കുന്ന ക്രൂരത, ക്രൗര്യത എത്ര വലുതാണെന്ന് ഓർത്തുകൊള്ളണം. ഒന്നാമത്തെ ദോഷമാണ്. ശരിയല്ലേ? ശരിയാണോ? ശരിയാണ്. ഇതൊരിക്കലും സഭകൾ തമ്മിലുള്ള ആശയതർക്കമല്ല, അല്ലേ സാറേ? നമ്മൾ അങ്ങനെ എത്ര നാൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഉൽപ്പത്തി 1-ാമത്തെ അധ്യായത്തിൽ ദൈവം ഉണ്ടാക്കി എന്ന് പറയുന്നതിന് നേരെയുള്ള ആക്രമണത്തിന്റെ ഭാഗമാണ് സബത്തിനെതിരെയുള്ള ആക്രമണം. മനസ്സിലായോ? 2-ാമത്തെ കാര്യം, നമ്മൾ സ്കൂളിൽ 8-ലും 9-ലും ഒക്കെ പഠിച്ചിട്ടുണ്ട്, ഭക്ഷ്യ ശൃംഖല. എന്താണ് ഫുഡ് ചെയിൻ? എന്താണ് ഫുഡ് ചെയിൻ? എന്താണ്? മണ്ണിരയെ ഇല്ല, കോഴി പുല്ലിനെ തിന്നുന്നു, കോഴിയെ കുറുക്കൻ തിന്നുന്നു, കുറുക്കനെ സിംഹം തിന്നുന്നു. എന്താണ്? ജീവൻ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. അതായത് നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം. ഞങ്ങൾ
കുറുക്കനെ പോലെയുള്ള മാംസഭോജികളായ ജീവികളുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ അവർ പച്ചക്കറി കഴിക്കുന്ന മറ്റേതെങ്കിലും മൃഗങ്ങളെ കൊന്നു തിന്നേ പറ്റൂ, ഇല്ലേ? നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ്. അത് തെറ്റാണോ? തെറ്റാണോ? തെറ്റല്ല അല്ലേ? തിന്നാൻ വേണ്ടി കോഴിയെ കൊല്ലുന്നത് തെറ്റല്ല, തെറ്റേ അല്ല. ഇത് തന്നെയാണ് ടെററിസ്റ്റുകൾ ഉപയോഗിക്കുന്നത്. ആദ്യം കോഴിയെ കൊല്ലുന്നു, പിന്നെ പൂച്ചയെ കൊല്ലുന്നു, പിന്നെ പട്ടിയെ കൊല്ലുന്നു. അപ്പോൾ ആ അറപ്പ് മാറിക്കഴിയുമ്പോൾ മനുഷ്യനെയും കൊല്ലാം, യാതൊരു ഉളുപ്പുമില്ലാതെ കൊല്ലിക്കാം. അത് ആ ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ നിലനിൽപ്പിനു വേണ്ടിയിട്ട് മറ്റൊരാളെ, എൻ്റെ നിലനിൽപ്പിനു വേണ്ടി വേറൊരാളെ കൊല്ലുന്നത് എന്തല്ല? തെറ്റല്ല, തെറ്റല്ല. ദൈവം പറഞ്ഞു, ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചു, ഞാൻ അവനെ സ്നേഹിക്കുന്നു, എൻ്റെ ജീവൻ കൊടുത്തും ഞാൻ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. എൻ്റെ ജീവനേക്കാൾ ഞാൻ സൃഷ്ടിച്ച എൻ്റെ മക്കൾക്ക് വിലയുണ്ട്. ഓരോ മനുഷ്യനും വിലയുണ്ട്. ജീവിതം അമൂല്യമാണ്. അതിനെ വേറൊന്നിനോടും താരതമ്യപ്പെടുത്താൻ പറ്റില്ല. അപ്പോഴാണ് മനുഷ്യൻ പറയുന്നത്, നിന്റെ നിലനിൽപ്പിന് വേറൊരു മനുഷ്യൻ അപകടമാണെങ്കിൽ അവനെ എന്ത് ചെയ്യാം? ഹിറ്റ്ലറും മുസോളിനിയും ഇതേ പ്രിൻസിപ്പിളാണ് ഉപയോഗിച്ചത്. ഫാസിസ്റ്റ് ശക്തികൾ ഉപയോഗിച്ചതാണ്. യഹൂദ ജനത ജീവിച്ചിരുന്നാൽ ഞങ്ങളുടെ വരണ്യ ജർമ്മൻ ജനതയ്ക്ക്, നാസികൾക്ക് അവരുടെ നിലനിൽപ്പിന് ഭീഷണിയാണ് എന്ന് വിചാരിച്ച് മുഴുവൻ യഹൂദന്മാരെയും കൊന്നൊടുക്കി. കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കൊണ്ടുവന്ന് പുകച്ച് കൊന്നുകളഞ്ഞു. ഒരു ദയയും മനുഷ്യനോട് തോന്നിയില്ല. ദൈവം സൃഷ്ടിച്ച ജീവനാണെന്ന് തോന്നിയില്ല. ദൈവം സൃഷ്ടിച്ച മനുഷ്യനാണ്, ദൈവം സൃഷ്ടിച്ചവനാണെന്ന് പറഞ്ഞെങ്കിലേ സ്നേഹവും അനുകമ്പയും കരുണയും സഹതാപവും മനുഷ്യ സ്നേഹവും ഒക്കെ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ഉണ്ടാവുള്ളൂ. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകത്ത് മനുഷ്യ സ്നേഹമില്ലെങ്കിൽ, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകത്ത് ക്രൂരതകൾ നിറഞ്ഞാടുന്നെങ്കിൽ, ഭാര്യയെ കൊല്ലുന്ന ഭർത്താവ്, ഭർത്താവിനെ ഉറങ്ങിക്കിടക്കുമ്പോൾ തലച്ചടിച്ചു കൊല്ലുന്ന ഭാര്യ, സ്വന്തം മക്കൾ, കുഞ്ഞുങ്ങളുണ്ടല്ലോ, അതിൻ്റെ അമ്മയാണ് രക്ഷയ്ക്ക് വേണ്ടി വിളിക്കുന്നത്. അമ്മേ 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 എന്ന് പറഞ്ഞ് വിളിക്കും. ആ അമ്മമാര് ആ വിളി കേൾക്കാതെ കുഞ്ഞുങ്ങളെ കൊല്ലുകയും ആക്രമിക്കുകയും ചെയ്യുന്നത് കണ്ടു. ഇടുക്കിയിൽ ഒരു ഷെഫീഖ്, എത്രയോ അമ്മമാർ, സ്വന്തം മക്കൾ, അവര് രക്ഷയ്ക്ക് വേണ്ടി ആ കുഞ്ഞ് അമ്മയെ മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. ആ കുഞ്ഞിന് 3 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ അമ്മയല്ലാതെ വേറൊരു രക്ഷകനില്ല. ഈ അമ്മയെ നോക്കി നിലവിളിക്കുന്ന കുഞ്ഞിന്റെ നിലവിളി പോലും കേൾക്കാത്ത വിധത്തിൽ മനുഷ്യന്റെ മനസ്സിനെ ക്രൂരമാക്കിയത് ഈ ആശയമാണ്. കാരണം ദൈവം സൃഷ്ടിച്ചതല്ല. ദൈവം പറയുന്നു, ഞാൻ സ്നേഹമാണ്, ഞാൻ ദീർഘക്ഷമയും മഹാദയയുമുള്ള ദൈവമാണ്, ഞാൻ എൻ്റെ ജീവനേക്കാൾ കൂടുതൽ നിന്നെ സ്നേഹിക്കുന്നു. മനസ്സിനോട് ഏറ്റവും സ്നേഹമുള്ളത് ദൈവമാണ് എന്ന് വെച്ചാൽ ഞാൻ പറയും, ഏറ്റവും വലിയ ഹ്യൂമനിസ്റ്റ് ആരാണ്? ദൈവമാണ്. മനുഷ്യ സ്നേഹത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്നതും ദൈവമാണ്. അപ്പോൾ ഈ ഒരു ആശയം എന്ന് പറയുന്നത് മനുഷ്യന്റെ സമാധാനമുള്ള ജീവിതത്തെ പോലും ഹനിക്കുന്ന തരത്തിലാണ് ഇന്നത്തെ സിദ്ധാന്തങ്ങൾ. ഏത് സിദ്ധാന്തം? ദൈവം സൃഷ്ടിച്ചു, ദൈവം നമ്മുടെ സൃഷ്ടിതാവാണ്, യേശു നമ്മുടെ സൃഷ്ടിതാവാണ് എന്ന് അംഗീകരിക്കാത്തിടത്തോളം കാലം ക്രൂരത പെരുകിക്കൊണ്ടേയിരിക്കും. അത് യേശുവിൻ്റെ വരവിൻ്റെ അടയാളം കൂടെയാണ്. ശരിയാണോ? ശാപതുകാര് ബൈബിള് കൽപ്പന പറയുന്നത് കൊണ്ടല്ല, ദൈവത്തെ സൃഷ്ടിതാവായി അംഗീകരിക്കാതിരിക്കുന്ന ഒരു ആശയത്തിനെ പിന്തുണയ്ക്കുന്ന വകഭേദങ്ങളാണ് ഇന്നത്തെ
വേദപുസ്തക വിശദീകരിക്കുന്ന ആളുകൾ, വ്യാഖ്യാനിക്കുന്ന ആളുകൾ. ഒരു ധർമ്മയുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ പറയുന്നു, ഭീഷ്മരും അല്ലെങ്കിൽ പിതാമഹന്മാരും ഒക്കെ നിൽക്കുമ്പോൾ അവർ പറയാണ്, സത്യം ജയിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? കൊല്ലാം. പക്ഷെ യേശു പറഞ്ഞു, നീ നിന്റെ സഹോദരനെ നിസാരാന്ന് വിളിക്കുന്നവൻ കുലപാതകം ചെയ്യുന്നു. ഒരു മനുഷ്യന്റെ എക്സിസ്റ്റൻസ്, അവന്റെ നിലനിൽപ്പ്, അവന്റെ വ്യക്തിത്വത്തെ, അവന്റെ സത്വത്തെ അംഗീകരിക്കാതിരിക്കുന്നവൻ കൊലപാതകം ചെയ്യുന്നു. പെണ്ണുപിള്ളയുടെ നീയും നിന്നെ കൊണ്ടൊരു ഉപയോഗമില്ല എന്ന് ഭർത്താവ് പറയുന്നെങ്കിൽ നീ ആ പെണ്ണുപിള്ളയെ കൊന്നു. ശരിക്കും ആ വ്യക്തിയെ അംഗീകരിക്കാതിരിക്കലാണ്. ഒരുത്തനോട് നമ്മൾ പറയാണ്, നീ മണ്ടനാണ്, നീ യൂസ്ലെസ് ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തിയുടെ വ്യക്തിത്വത്തെ എന്ത് ചെയ്യാണ്? അംഗീകരിക്കാതിരിക്കലാണ്. അപ്പോൾ ലോകം പറയുന്നത് ഇതാണ്, ഇവല്യൂഷണറി തിയറി, അത് ദൈവം സൃഷ്ടിച്ചു എന്നുള്ളതിനെതിരെയുള്ള അക്രമമാണ്. ദൈവം സൃഷ്ടിച്ചു എന്നതിനെതിരെയുള്ള എല്ലാ ആക്രമണങ്ങളും ദൈവത്തിനെതിരെയുള്ളതാണ്, അത് സാപത്തിനെതിരെയുള്ളതാണ്. യേശുവിനെ സൃഷ്ടിതാവായി അംഗീകരിക്കാതിരിക്കലാണ്. അതുകൊണ്ടാണ് നമ്മളെക്കുറിച്ച്, ശബദനുസരിക്കുന്നവരെ കുറിച്ച് പറയുന്നത്, നിങ്ങളോ ക്രിസ്തുവിൻ്റെ ആരാണ്? മനസ്സുള്ളവരാണ്. യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്നവരാണ്, യഥാർത്ഥത്തിൽ ആരാധിക്കുന്നവരാണ്. ഇതാണ് യേശുവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുക എന്ന് പറഞ്ഞാൽ. സത്യത്തിലും ആത്മാവിലും ആരാധിക്കുക എന്ന് പറഞ്ഞാൽ, യേശു പറഞ്ഞു, ഞാൻ സത്യമാകുന്നു. ആത്മാവാകുന്ന ആത്മാവ് പറഞ്ഞു, ഞാൻ പറയാത്തതൊന്നും ആത്മാവിൻ്റെ ഇല്ല. ഞാൻ പറയുന്നതൊക്കെയും പഠിപ്പിച്ച് അവരെ ആത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിക്കും. അതാണ്. അപ്പം നോക്കൂ, എത്ര വലിയ ക്രൂരതയാണ്. ഇനിയും മൂന്നാമത്തെ ആക്രമണം, യേശു ആണ് ലോകത്തെ സൃഷ്ടിച്ചതിനെതിരെയുള്ള മൂന്നാമത്തെ ആക്രമണം. ലോകത്ത് ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ ബൈബിൾ പറയുന്നു, സന്ധ്യയും ഉഷസ്സുമായി 1-ാം ദിവസം. My Nuthan is getting bored. I need to speak in English in between, I think. No problem. You are understanding? You can just translate for her. Okay. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. സന്ധ്യയായി ഉഷസ്സുമായി 2-ാം ദിവസം എന്ന് വെച്ചാൽ ദിവസം തുടങ്ങിയത് സന്ധ്യക്കാണ്. പിന്നെ രാവിലെയായി. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. അതായത് വൈകുന്നേരം ദിവസം തുടങ്ങുന്നു. മനുഷ്യൻ വിശ്രമിക്കുക, പിന്നെ പണിയെടുക്കുക, അല്ലേ? ഉറങ്ങി എണീറ്റിട്ട് പണിയെടുക്കുക. അതാണ് ദൈവത്തിൻ്റെ രീതി. ഒരു ബയോളജിക്കൽ റിതമാണത്, പ്രകൃതിയുടെ നിയമമാണ്. ദൈവം സൃഷ്ടിച്ചത് അങ്ങനെയാണ്. വിശ്രമിക്കുക, പണിയെടുക്കുക. ആദ്യം കിടന്നുറങ്ങുക, പിന്നെ എണീറ്റ് പണിയെടുക്കുക. അപ്പം നിങ്ങൾ വിചാരിക്കും ഇയാൾ മടിയനായതുകൊണ്ട് അങ്ങനെ പറയുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ രീതി അങ്ങനെയാണ്. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. അതായത് 24 മണിക്കൂർ അടങ്ങുന്ന ഒരു ദിവസം തുടങ്ങുന്നത് സന്ധ്യക്കാണ്. ഇന്ന് നമ്മൾ എന്താക്കി? അർദ്ധരാത്രി മുതൽ അർദ്ധരാത്രി വരെ ആക്കി. ഇപ്പം മനുഷ്യൻ കിടന്നുറങ്ങുന്നത് എപ്പോഴാ? മനുഷ്യൻ കിടന്നുറങ്ങുന്നത് എപ്പോഴാ? അർദ്ധരാത്രി കഴിഞ്ഞിട്ടാ. അപ്പോൾ മനുഷ്യന്റെ ബയോറിതം, മനുഷ്യ ശരീരത്തെ, ഇപ്പോൾ സൂര്യനെയും ഗോളങ്ങളെയും ദൈവം സൃഷ്ടിച്ചു. അതിനെ ഓരോ ഓർബിറ്റിൽ ഇങ്ങനെ വെച്ചു. അതിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് അവിടുന്ന് ഇങ്ങോട്ടോ നീങ്ങിയാൽ എന്ത് പറ്റും സാറേ? പ്രപഞ്ചമില്ല. സൂര്യന്റെ ഇത്ര കിലോമീറ്റർ പ്രകാശവർഷം അകലെ ഭൂമിയെ സ്ഥാപിച്ചിരിക്കുന്നു. ഭൂമി സൂര്യനോട് കൂടുതൽ അടുത്താൽ ചൂട് കൊണ്ട് നശിച്ചു, അകന്നു പോയാൽ തണുത്ത്. അപ്പോൾ അതെല്ലാം ദൈവം സൃഷ്ടിച്ചപ്പോൾ എങ്ങനെയാണോ വെച്ചിരിക്കുന്നത് അതേപോലെ തുടരുകയാണ്. ശരിയല്ലേ? അതേപോലെയാണ് മനുഷ്യ ശരീരത്തെയും ദൈവം സൃഷ്ടിച്ചത്. അതിനൊരു ബയോറിതമുണ്ട്.
അപ്പോൾ സന്ധ്യയ്ക്ക് രാത്രി കിടന്നുറങ്ങി രാവിലെ പണിയെടുക്കേണ്ടുന്ന ഋതത്തിൽ ദൈവമുണ്ടാക്കി. ഇപ്പോൾ അർദ്ധരാത്രി മുതൽ അർദ്ധരാത്രി പോയപ്പോൾ മനുഷ്യന് ഉറക്കമില്ല, യഥാർത്ഥ വിശ്രമമില്ല. അന്നേരമാണ് ഹൈപ്പർ ടാക്കും സൂപ്പർ ടാക്കും ഹൈപ്പർ ടെൻഷനും BP-യും കൊളസ്ട്രോളും സ്ട്രോക്കും എല്ലാം വന്നത്. ഇതിന് പറയുന്ന പേരാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ജീവിതശൈലി രോഗങ്ങൾ. നോക്കൂ, ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം സൃഷ്ടിച്ച ബയോറിതത്തിനെതിരായി മനുഷ്യൻ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അവന്റെ ശരീരത്തെ നശിപ്പിക്കുന്ന രോഗമുണ്ടായി. നോക്കൂ, ഇത് സാബത്തിനെതിരെയുള്ള ശനിയാഴ്ച എന്നുള്ള അക്രമമല്ല, ശനിയാഴ്ചയോ ബുധനാഴ്ചയോ തിങ്കളാഴ്ചയോ എന്നുള്ളതല്ല പ്രശ്നം. പ്രശ്നം യേശുവിനെ സൃഷ്ടിതാവായി അംഗീകരിക്കുന്നുണ്ടോ? എന്റെയും നിങ്ങളുടെയും പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചത് ഈ യേശുവാണെന്ന് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം, ദിവസമല്ല. ദിവസമല്ല പ്രശ്നം. എന്നാൽ യേശുക്രിസ്തുവിനെ സൃഷ്ടിതാവായി അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ ആ അടയാളം നമ്മൾ എടുക്കുമ്പോൾ ശനിയാഴ്ച മാത്രമേ ആകുകയുമുള്ളൂ. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ അക്രമം അങ്ങനെ തുടരുകയാണ്. അപ്പോൾ സന്ധ്യയുമായി ഉഷസ്സുമായി ഒന്നാം ദിവസം എന്നുള്ളതിനെ ആക്രമിച്ചങ്ങ് മാറ്റി. അതുകൊണ്ടാണ് ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉണ്ടായത്. മനുഷ്യൻ ശരിയായിട്ട് കിടന്നുറങ്ങും. ഇപ്പം മനുഷ്യൻ ഉറക്കമില്ല, ഉറക്കമേ ഇല്ല. പല കാരണങ്ങളുണ്ട്. പണിയെടുക്കാൻ വേണ്ടി ഉറക്കമില്ല, പിന്നെ ആഘോഷിക്കാൻ വേണ്ടി ഉറങ്ങുന്നില്ല. ഇപ്പൊ പല നാട്ടുകളിലും ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിൽ കാണത്തില്ല. എന്താണെന്നറിയാമോ? ഭാര്യ നൈറ്റ് ഡ്യൂട്ടി എടുക്കും, ഭർത്താവ് ഡേ ഡ്യൂട്ടി എടുക്കും. ഭർത്താവ് ഡേ ഡ്യൂട്ടി എടുക്കുമ്പോൾ ഭാര്യ നൈറ്റ് ഡ്യൂട്ടി എടുക്കും. റോഡിൽ വെച്ച് കൊച്ചുങ്ങളെ ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഓടിപ്പോകും. ഒരു വർഷം 2 വർഷം കഴിഞ്ഞ് സമ്പാദിച്ചു കഴിയുമ്പോൾ രണ്ടുപേരും 2 വശത്തും ആകും. അങ്ങനെയാണ്. ഇതെല്ലാം ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ദൈവം വിശ്രമിക്കുക, അധ്വാനിക്കുക. ദൈവത്തിൻ്റെ ബയോറിതത്തിനെതിരെയുള്ള അക്രമമാണ്. അടുത്തതായിട്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിനെതിരെയുള്ള അക്രമമാണ് നിയമങ്ങളെ മാറ്റുക എന്ന് പറയുന്നത്. സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റും. അതിൻ്റെ ഭാഗമായിട്ടാണ് സാബത്ത് കൽപ്പന അംഗീകരിക്കരുത് എന്ന് പറയുന്നത്. സാബത്തിനെ ഞങ്ങൾ മാറ്റിയിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ തരത്തിൽ നമ്മൾ നോക്കിയാലും ഏതൊക്കെ വിധത്തിൽ നോക്കിയാലും ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന് നേരെയുള്ള എല്ലാവിധ ആക്രമണങ്ങളും പാവപ്പെട്ട ഞങ്ങളുടെ സഹോദരീ സഹോദരങ്ങളായ ഇതര സഭകളിൽ വിശ്വസിക്കുന്ന സഹോദരീ സഹോദരന്മാർ വിചാരിക്കുന്നത് സെവന്ത് ഡേക്കാര് പറയുന്നത് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ എന്നുള്ളതാണ്. അതല്ല പ്രശ്നം. പ്രശ്നം യേശുവിനെ സൃഷ്ടിതാവായി അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. യേശുവിനെ സൃഷ്ടിതാവായി അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി വെച്ചിരിക്കുന്ന സ്മാരകത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? അംഗീകരിക്കണം. ഇന്ത്യയുടെ പൗരനാണെങ്കിൽ പാസ്പോർട്ടിൽ നമ്മുടെ അശോക ചക്രമുണ്ടെങ്കിൽ, അശോക സ്തംഭമുണ്ടെങ്കിൽ ഏതൊരാൾക്കും മനസ്സിലാകും ഇവൻ ആരാണ്? ഇന്ത്യക്കാരനാണ്. അപ്പോൾ വെളിപാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യമനുസരിച്ച് ദൈവത്തിനെ സൃഷ്ടിതാവായി ആരാധിക്കാത്തവർക്ക് നിത്യദണ്ഡനം ഉണ്ടാകും എന്ന് പറയുകയാണ്. അപ്പോൾ ദൈവത്തിനെ സൃഷ്ടിതാവായി അംഗീകരിക്കുന്നവരും ആരാധിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മക്കളെയും ദൈവത്തെ അംഗീകരിക്കാത്തവരെയും തിരിച്ചറിയാനുള്ള അടയാളമാണ് സാബത്ത്. യേശുവിനെ എല്ലാമായി എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. യേശുവിനെ ദൈവമായി അംഗീകരിക്കുന്നു, സഭയുടെ നായകനായി അംഗീകരിക്കുന്നു, വിപ്ലവകാരിയായി അംഗീകരിക്കുന്നു, സാമൂഹ്യ പരിഷ്കർത്താവായി അംഗീകരിക്കുന്നു. ശരിയാണ്, സമ്മതിച്ചു, ഞങ്ങളും അംഗീകരിക്കുന്നു.
പക്ഷെ ഒരു പ്രശ്നം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ ഒരു ക്യാരക്ടറായിട്ടുള്ള ഏത്, ഞാനാണ് സൃഷ്ടിതാവ്, ഞാനാണ് നിന്റെ ഉടയവൻ, അവന്റെ ഉടമസ്ഥാവകാശത്തെ അംഗീകരിക്കലാണ്. ശബദം അംഗീകരിക്കാന്ന് വെച്ചാൽ യേശുവിനെ നമ്മുടെ ഉടമസ്ഥനായി അംഗീകരിക്കലാണ്. അത് അംഗീകരിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറുന്നത്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന കാര്യം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഐ ആം ദ ലോർഡ് ഓഫ് ദ സാബത്ത്. ഞാൻ സാബത്തിൻ്റെയും ഉടയവനാകുന്നു. ഞാൻ സാബത്തിൻ്റെയും ഉടയവനാകുന്നു. ഞാൻ ശബദിൻ്റെയും കർത്താവാകുന്നു. ഞാൻ നിന്റെ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിന്റെ മാത്രമല്ല, നിന്റെയും ഉടയവനാകുന്നു. എൻ്റെ പിതൃത്വത്തെ നിങ്ങൾ അംഗീകരിക്കുമോ? എൻ്റെ മക്കൾ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് എന്നോട് പറയാം, അപ്പാ പപ്പയാണോ ഞങ്ങളുടെ പപ്പയെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? പിന്നെ വല്ല കാര്യമുണ്ടോ? കാര്യമുണ്ടോ? തീർന്നു. കുടുംബ ബന്ധം അവിടെ അവസാനിച്ചു. ഞാൻ എൻ്റെ മക്കൾക്ക് അച്ഛനല്ല എന്ന് എൻ്റെ മക്കൾ പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ ആ വീട്ടിൽ തുടർന്നുകൊണ്ട് യാതൊരു കാര്യവും തീർന്നു. ബന്ധങ്ങൾ തീർന്നു. റിലേഷൻഷിപ്പ് നമ്മളെ എല്ലാവരെയും ഒന്നിച്ചു ചേർക്കുന്ന ഹൗസ് ബാൻഡ്, കുടുംബത്തെ ഒന്നിച്ചു ചേർക്കുന്ന കണ്ണിയാണ് ഹസ്ബൻഡ്. ഹൗസ് ബാൻഡ് വീടിനെ കെട്ടി നിർത്തുന്ന ആളാണ്, അല്ലേ? ഒരു കുടുംബത്തെ കെട്ടി നിർത്തുന്ന ആളാണ് ഹസ്ബൻഡ്. ഹൗസിനെ ബാൻഡ് ചെയ്ത് കെട്ടി സൂക്ഷിക്കുന്ന ആൾ. അപ്പോൾ ആ ബന്ധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ആ കുടുംബത്തിന്റെ അംഗമല്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ദൈവ കുടുംബത്തിന്റെ ഭാഗമാകണമെങ്കിൽ, ദൈവത്തിന്റെ പിതൃത്വത്തെ നമ്മൾ എന്ത് ചെയ്യണം? അംഗീകരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ആ കുടുംബത്തിന്റെ ഭാഗം അല്ലാതാകും. പിന്നെ ദൈവത്തിന് ആ റിലേഷൻഷിപ്പ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം റിലേഷൻഷിപ്പാണ്. എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം എന്താണ്? റിലേഷൻഷിപ്പാണ്. എനിക്ക് നിങ്ങളോട് നല്ല സ്നേഹം, ഒരു റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്കും സൗഹൃദമില്ലെന്നർത്ഥം. ഒരു കുടുംബത്തെ ഒന്നിച്ചു നിർത്തുന്നത് റിലേഷൻഷിപ്പാണ്. If there is no relationship between the family members, then there is no family. There is no family value. കുടുംബ ബന്ധങ്ങളില്ല, കുടുംബ മൂല്യങ്ങൾ ഇല്ല. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ കുടുംബത്തിൻ്റെ ഭാഗമാകണമെങ്കിൽ നമ്മൾ യേശുവാണ് സൃഷ്ടിതാവ് എന്ന് എന്ത് ചെയ്യണം? അംഗീകരിക്കണം. ഒന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവായ യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കാത്തവൻ ആരാകുന്നു? കള്ളരാകുന്നു. അതാണ് വാക്കുപയോഗിക്കുന്നത്. യേശുക്രിസ്തു ജഡത്തിൽ വന്ന ദൈവമാണ് എന്ന് വിശ്വസിക്കാത്തവർ കള്ളന്മാരാണ്. എന്ന് വെച്ചാൽ യേശുക്രിസ്തു സൃഷ്ടിതാവായ ദൈവമാണ്. ആ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. സൃഷ്ടിതാവായ ദൈവം എന്നുള്ള ഒരു എലമെന്റ്, ഒരു തന്തു അവിടെ ഉണ്ട്. ആ തന്തുവിനെ അംഗീകരിക്കാത്തവർ ആരാണെന്നാ പറഞ്ഞേ? ഉറക്കെ പറ സാറേ. അങ്ങനെയാണ്. അപ്പോൾ സാബത്ത് എന്ന് പറയുന്നത് ഒരു കുടുംബ ബന്ധമാണ്. ദൈവവും നമ്മളും ദൈവവുമായുള്ള കുടുംബ ബന്ധം കൂടെയാണ്. അപ്പോൾ ഇന്ന് ഇവിടെ സ്നാനപ്പെട്ട് സ്വീകരിക്കുന്നവർ, ദൈവത്തെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്ന സഹോദരി സഹോദരങ്ങൾ, ഇതുവരെ അറിയാതെ പോയ യേശുക്രിസ്തുവിൻ്റെ ഈ സ്വഭാവത്തെ അറിഞ്ഞ ശേഷം ഇന്ന് യേശുക്രിസ്തുവുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകുകയാണ്. കർത്താവേ, നീ എൻ്റെ ദൈവമാണ്, നീ എൻ്റെ സൃഷ്ടിതാവാണ് എന്ന് അംഗീകരിക്കുമ്പോൾ നമ്മൾ ആരായി മാറുന്നു? ദൈവത്തിൻ്റെ മക്കളായി മാറുകയാണ്. അങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പിനെ നമ്മൾ കാണേണ്ടുന്നത്, ഓരോ ബന്ധങ്ങളും. എന്നാൽ ഇന്ന് ബന്ധങ്ങൾ യഥാർത്ഥത്തിൽ പരിപാലിച്ചു കൊണ്ടുപോകേണ്ടതാണ്.
പലപ്പോഴും ആളുകൾ പറയുന്നത് ഈ ബന്ധം എന്ന് വെച്ചാൽ വൺസ് അപ്പോൺ എ ടൈം സ്റ്റോറി. 2006 ഡിസംബർ മാസം 27 ഞാൻ എൻ്റെ ഭാര്യ ഷാനിയെ വിവാഹം കഴിച്ചു. അതിനുശേഷം അത് മാത്രമേ ഉള്ളൂ, പിന്നെ ഒന്നുമില്ല. പിന്നെ വേറെ കാരണം അന്നൊരു ദിവസം പല ആളുകളും പറയും 1978 വർഷം ഇത്രാം തീയതി ഞാൻ എന്നെ സ്വന്തം രക്ഷിതാവായി ഞാൻ യേശുവുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കി. പിന്നെ ആ റിലേഷൻഷിപ്പ് ഇങ്ങനെ ഗ്രാഫ് കൂടിയും താണും ചിലപ്പോൾ വിട്ടുപോയിട്ടൊക്കെ നിന്നു. ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ ഇതെടുക്കില്ലേ, അതുപോലെ ഇങ്ങനെ ഗ്രാഫ് നമ്മൾ കണ്ടിട്ടില്ലേ, എക്കോ കാർഡിയോഗ്രാഫ്. ചിലപ്പോൾ ഇങ്ങനെ താണു പോകും, ചിലപ്പോൾ അത് അങ്ങനെ. ഈ എക്കോ കാർഡിയോഗ്രാഫിൽ ഈ ഹൃദയത്തിൻ്റെ താളം ഇല്ലാതെ പോയാൽ പിന്നെ മനുഷ്യൻ മരിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ ഞാനും ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരിക്കലുണ്ടാക്കി അവസാനിക്കേണ്ടതല്ല. അതാണ്, ഒരിക്കലുണ്ടാക്കി അവസാനിക്കേണ്ടതല്ല. നമ്മുടെ ഗാനഗന്ധർവനുണ്ടല്ലോ യേശുദാസ്, ഇപ്പോൾ എത്ര വയസ്സായി? ഇത്രയും വയസ്സായി. പക്ഷെ ഇന്നും രാവിലെ അദ്ദേഹത്തിന് പറ്റുന്ന പോലെ രാവിലെ സാധകം ചെയ്യും അത്രേ. എന്തിനാണ്? ആ പാട്ട് അതേപോലെ കൊണ്ടുപോകാൻ നോക്കാൻ. ഇനി നോക്കൂ, ഒരു എറുമ്പ്, ആ എറുമ്പിന് അതിൻ്റെ ശരീരത്തിൻ്റെ 10 ഇരട്ടി ഭാരം ചുമക്കാൻ പറ്റും. 10 ഇരട്ടി ഭാരം ചുമക്കാൻ പറ്റും. പക്ഷെ ഈ ഉറുമ്പ് ഇത് എടുത്തുകൊണ്ട് പോവും. എങ്ങോട്ടാ? ഒരു അരിമണിയൊക്കെ തന്നെത്താൻ എടുത്ത് ചുമലിൽ വെച്ച് കടിച്ചു പിടിച്ചുകൊണ്ട് പോകുന്ന വഴി പല പ്രാവശ്യവും ഇത് താഴെ വീഴും, വിടത്തില്ല. അതും കൊണ്ടേ പോകൂ, ഇല്ലേ? കൊണ്ടേ പോകൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. പല പ്രാവശ്യം വീണാലും ക്ഷമയോട് അതിനെ എത്തിക്കേണ്ടുന്ന സ്ഥാനത്ത് കൊണ്ടെത്തിക്കും. ലോകപ്രശസ്ത സംഗീതജ്ഞൻ ബിതോവൻ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൻ്റെ ഓരോ ബാറും 12 പ്രാവശ്യം റീറൈറ്റ് ചെയ്തിട്ടാണ് ഇന്നത്തെ മനോഹരമായ ആ പീസുകൾ ഉണ്ടാക്കിയതെന്ന് പറയുന്നു. അപ്പോൾ ദൈവവുമായിട്ട് നമ്മൾ സ്ഥാപിക്കുന്ന ഒരു ബന്ധം ഒരിക്കൽ ഒരിടത്ത് വെച്ചുണ്ടാക്കുന്നതല്ല. ഇന്ന് നിങ്ങൾ എടുക്കുന്ന തീരുമാനം ഇന്നേക്ക് മാത്രമുള്ളതല്ല, അത് തുടരേണ്ടുന്ന ഒന്നാണ്. ലിയനാർഡോ ഡാവിഞ്ചി ലോക പ്രശസ്തമായൊരു ചിത്രം വരച്ചു. അതിൻ്റെ പേരാണ് ദ ലാസ്റ്റ് സപ്പർ, അന്ത്യാത്താഴം. ഈ ചിത്രം ഏകദേശം 2000 പ്രാവശ്യം വരച്ചു നോക്കിയിട്ടാണ് ഇന്ന് കാണുന്ന അനശ്വരമായ ചിത്രം അദ്ദേഹം ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്. ഒരിക്കലല്ല. ഇലക്ട്രിക് ബൾബ് കണ്ടെത്തുന്നതിന് വേണ്ടി തോമസ് ആൽവ എഡിസൺ 24 വർഷം നിരന്തരമായ പരീക്ഷണം നടത്തിയ ശേഷമാണ് ബൾബ് കണ്ടെത്തിയത്. നോക്കണം. നമ്മൾ വിചാരിക്കും എല്ലാം പെട്ടെന്ന്, നമ്മൾ വിചാരിക്കും ഒരിക്കൽ ഒരിടത്ത് വെച്ച് തുടങ്ങിയാൽ പിന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്തോളും. അല്ല, നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം തുടർച്ചയായി ചെയ്തുകൊണ്ടേയിരിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ്? നമ്മളൊക്കെ പലപ്പോഴും ജീവിതത്തിൽ വിചാരിച്ചിട്ടുണ്ടല്ലേ, ഒരു പ്രാവശ്യം പരിശ്രമിച്ചിട്ട് വിജയിക്കാൻ പറ്റാതെ പോയ കാര്യങ്ങളുണ്ടോ? പുകവലി നിർത്തണമെന്ന്, കള്ളുകൂടി നിർത്തണമെന്ന്, ഇനി ഭാര്യയെ ചീത്ത വിളിക്കരുതെന്ന്, ഇനി കൊച്ചുങ്ങളെ ഉപദ്രവിക്കരുതെന്ന്, ഇനി ഭർത്താവിനെ കുറ്റപ്പെടുത്തരുതെന്ന്, പിറുപിറുക്കരുത് എന്നൊക്കെ നമ്മൾ പല പ്രാവശ്യം വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ നടക്കണില്ലല്ലേ? ഈ കർത്താവുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും സ്ഥാനത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഈ കാര്യം കൂടെ ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മളെല്ലാവരും സ്ഥാനപ്പെടാത്ത വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എല്ലാവരും സ്ഥാനപ്പെട്ടവരാണ്. അപ്പോൾ ചോദ്യം ചോദിക്കാം. സ്നാനപ്പെടുന്നതിന് മുമ്പ് നമുക്കുണ്ടായിരുന്ന എല്ലാ സ്വഭാവവും ഇപ്പോഴും ഉണ്ടോ? ദേഷ്യം ഇപ്പോഴും ഉണ്ടോ? ഉണ്ട്. അസൂയ അതുണ്ട്. പിന്നെ നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന വാക്കുകൾ, ഡിക്ഷണറി ഇല്ലാത്തതൊക്കെ, ദേഷ്യം വരുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഇപ്പോഴും പറയാറുണ്ടോ? ഡിക്ഷണറി ഉള്ളതായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നമുക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞ
ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, അന്നൊരിക്കൽ ഞാൻ തീരുമാനമെടുത്തു, പക്ഷെ എന്നിട്ടും എന്നിൽ വലിയ മാറ്റമൊന്നും കാണുന്നില്ല. അടിസ്ഥാനപരമായ പല കാര്യങ്ങളും ഇനിയും മാറാനുണ്ടെന്ന് ആർക്കെങ്കിലും മനസ്സിൽ തോന്നുന്നെങ്കിൽ ഇത് ഒരവസരമാണ്. ഇതൊരവസരമാണ്. അതാണ് പറഞ്ഞത്, ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ഉണ്ടാക്കിയാൽ അത് ഒരിക്കൽ ഒരു പ്രാവശ്യമല്ല, അത് നിരന്തരം തുടർന്നുകൊണ്ടേ ഇരിക്കണം. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 17-18 വാക്യങ്ങൾ പറയുന്നത്, എല്ലായ്പ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, സകലത്തിലും സ്തോത്രം ചെയ്യുവിൻ, ഇതാകുന്നു ക്രിസ്തുവേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവേഷ്ടം. എന്ന് വെച്ചാൽ ഒരിക്കൽ സന്തോഷിക്കാനല്ല, ഒരിക്കൽ പ്രാർത്ഥിക്കാനല്ല, ഒരിക്കൽ സ്തോത്രം പറയാനല്ല, ശനിയാഴ്ച പള്ളി വരുമ്പോൾ സ്തോത്രം പറയാനല്ല, പിന്നെ ഇടവിടാതെ എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, സകലത്തിലും സ്തോത്രം ചെയ്യുവീൻ. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഓരോ ദിവസവും ഓരോ നിമിഷവും ഈ റിലേഷൻഷിപ്പ് നമ്മൾ തുടരണം ദൈവവുമായിട്ട്. ഞാനാണ് കർത്താവേ, നീ എൻ്റെ ഉടയവനാണ്, നീ എൻ്റെ സൃഷ്ടിതാവാണ്, നീ എൻ്റെ ദൈവമാണ്, നീ അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല, നിന്റെ പരിപാലനം എനിക്ക് മതി, നിന്റെ കൃപ എനിക്ക് മതി, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. ഈ ലോകത്തിൽ പാപം ചെയ്യാൻ, പാപത്തിലേക്ക് എന്നെ നയിക്കുന്ന പ്രേരകങ്ങളുടെ എണ്ണം കൂടുതലാണ്. അതിനെ അതിജീവിക്കാൻ എനിക്ക് ശക്തിയില്ല. പക്ഷേ ഞാൻ ഓരോ നിമിഷവും പ്രാർത്ഥിക്കുമ്പോൾ, ഓരോ ദിവസവും സ്തോത്രം പറയുമ്പോൾ, ഓരോ നിമിഷവും ഞാൻ ദൈവത്തോട് അടുക്കുമ്പോൾ എനിക്ക് ആ റിലേഷൻഷിപ്പിൽ ഉറച്ചു നിൽക്കാൻ പറ്റും. ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലയോ? എങ്ങനെ തെളിയിക്കാം? പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിലുള്ള ചെറുപ്പക്കാർ, അടുത്തുള്ള വീട്ടിലെ ചെറുപ്പക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമിക്കും. അപ്പോൾ ഇവർ രണ്ടുപേരും ഒന്നിക്കാൻ ഒക്കത്തില്ല എന്ന് പറയുമ്പം നമ്മൾ എന്ത് ചെയ്യും? വണ്ടി കയറ്റി വിടും. അമ്മാവൻ്റെ വീട്ടിൽ പോയിക്കോളാൻ പറയും. ഇനി നീ ഇങ്ങോട്ട് വരണ്ട. പിന്നെ അതെന്താ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, കണ്ണകലുമ്പോൾ മനസ്സകന്നോളും. എന്താണ്? കണ്ണകലുമ്പോൾ മനസ്സങ്ങ് അകന്നോളും. അതായത് റിലേഷൻഷിപ്പ് തുടർച്ചയല്ലെങ്കിൽ, കണ്ടിന്യൂസ് അല്ലെങ്കിൽ നമുക്ക് ആ റിലേഷൻഷിപ്പിൽ തുടരാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവവുമായിട്ട് നമ്മളൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയാൽ ആ ബന്ധത്തിൽ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ ദൈവവുമായി നിരന്തരം സന്തോഷിക്കുന്നില്ലെങ്കിൽ, പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ, വായിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ബന്ധം എന്ത് ചെയ്യും? തകർന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരിക്കൽ ഒരു പ്രാവശ്യമുള്ളതല്ല. ഇറ്റ് ഈസ് നോട്ട് എ വൺസ് അപ്പോൺ എ ടൈം സ്റ്റോറി, ഇറ്റ് ഈസ് എ ഡെയിലി എക്സ്പീരിയൻസ്. ഓരോ ദിവസവുമുള്ള അനുഭവമാണ്. ചില ആളുകൾക്ക് തിരുത്തണം, മാറണം, ചേഞ്ച് ആകണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ മാറാൻ പറ്റുന്നില്ല, ഇല്ലേ? മാറണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ മാറാൻ പറ്റുന്നില്ല. എന്താ കാര്യം? അറിയാമോ? നമ്മളൊരു വീട് വെക്കുമ്പോൾ ആ വീടിനൊരു പ്ലാൻ ഉണ്ട്, സ്കെച്ച് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ആരെ കൊണ്ട് കാണിക്കും? എഞ്ചിനീയറെ കൊണ്ട് കാണിക്കും. എഞ്ചിനീയർ അപ്പം ഇതെല്ലാം വരച്ച് കാണിച്ചിട്ട് വീട് വെക്കണമെന്ന് പറയും. മാറണമെന്ന്, നമുക്ക് വീട് വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കും. പക്ഷെ മാറണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? എങ്ങനെ മാറണമെന്നും എങ്ങോട്ട് മാറണമെന്നും നമുക്കൊരു പ്ലാനും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അറിഞ്ഞുകൂടാ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ ഒന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ ആരായി മാറും? നമ്മുടെ സമൂഹം പ്രതീക്ഷിക്കുന്നത് പോലെ അങ്ങോട്ട്. അതായത് വെയിൽ കിട്ടാതിരിക്കുന്ന സ്ഥലത്ത് വളരുന്ന തെങ്ങ് പോലെ ആയിപ്പോവും. എവിടെ കാണോ വെയിൽ വരുന്നത് അങ്ങോട്ട് വളഞ്ഞു നിൽക്കുന്നൊരു, ചിലപ്പോഴൊക്കെ KSRTC ബസ്സിൻ്റെ ഗിയർ പോലിരിക്കുന്ന, പഴയ ബസ്സിൻ്റെ ഗിയർ പോലിരിക്കുന്ന തെങ്ങ് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും. എന്തിനാണ്? വെട്ടമുള്ളിടത്തേക്കാണ് ഇത് പോകുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ആ റിലേഷൻഷിപ്പ് തുടരുന്നില്ലെങ്കിൽ, നമുക്ക് എവിടെയാണോ റിലേഷൻഷിപ്പ് കിട്ടുന്നത് അങ്ങോട്ട് നമ്മളങ്ങ് വളയും.
അങ്ങോട്ടങ്ങ് വളയും. ഇപ്പൊ ചെറുപ്പക്കാർക്ക് നമ്മുടെ വീട്ടിലോ പള്ളിയിലോ നമ്മൾ അവരെ അംഗീകരിക്കുന്നില്ലെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകും? അവർ കലിങ്കിൻ്റെ അടുത്തോട്ട് പോകും. അവിടെ ആയിരിക്കും അവർക്ക് സ്വീകാര്യത കിട്ടുന്നത്, അങ്ങോട്ട് വളരും. അപ്പോൾ ഇതാണ് റിലേഷൻഷിപ്പ്. നമ്മൾ തുടർന്നുകൊണ്ടേ പോകണം. 1 കൊരിന്ത്യർ 15:31 അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നു, നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവിലുള്ള പ്രശംസ സത്യമായി ഞാൻ ദിവസവും മരിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുന്നു. എൻ്റെ സ്വയത്തെ ഞാൻ ദിവസവും മരിക്കുന്നു. സ്നാനം മുഖം സകലവും നമുക്ക് സാധ്യമാണ് എന്നുള്ള ഉറപ്പ് കാരണം നമ്മുടെ സ്വയത്തെ നമ്മൾ ഓരോ ദിവസവും ഇല്ലാതാക്കണം. അത് ഇന്ന് മാത്രം തുടരുന്നതല്ല, ഓരോ ദിവസവും തുടരുന്നതായിരിക്കണം. വിഷപ്പല്ലു തകർന്നതാകയ ഇനി തെല്ലും ഭയമന്നെ മൃത്യുവിനെ വിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു.